നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ പ്രതീക്ഷ ചെറിയൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. വിഷയം മറ്റൊന്നുമല്ല, ഇന്നലത്തെ മലയാളത്തിലെ മുഖ്യധാരാ ദിനപത്രങ്ങളുടെ ഫ്രണ്ട് പേജ് തലക്കെട്ട് ഗംഭീരം, ആശ്ചര്യമുളവാക്കുന്നത്, സൂപ്പർ, ക്രിയേറ്റിവിറ്റി എന്നൊക്കെ പറഞ്ഞാണ് ഈ തല്ലുകൊള്ളുതരത്തിനെ ന്യായീകരിക്കാൻ ഭാവമെങ്കിൽ മാധ്യമപ്രവർത്തന സ്ഥാപനങ്ങളെ നിങ്ങൾ ഇതിന് വില കൊടുക്കേണ്ടി തന്നെ. ഇന്നലെ ജനുവരി 24 ഞാൻ ബേസിക്കലി ഒരു ബാങ്കറാണ്. ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു കോൾ. ഞാൻ നോക്കിയത് നമ്മുടെ ഒരു ചേട്ടായിയാണ്, ഞാൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളിയെ വിളിച്ചിട്ട് പറയുകയാണ്, പ്രതീക്ഷ നോട്ടുകളെല്ലാം നിരോധിക്കുകയാണ്, എന്താണ് സംഭവം, ഇനി എന്ത് ചെയ്യും? ഞാൻ നോട്ടുകളെല്ലാം നിരോധിക്കുക. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ചേട്ടാ ഈ വാർത്ത എവിടെയാണ് കണ്ടത്? അത് മലയാള മനോരമയുടെ മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജ്. ഞാൻ മലയാള മനോരമയുടെയും മാതൃഭൂമിയുടെയും കേരള കൗമുദിയുടെയൊക്കെ ഫ്രണ്ട് പേജിൽ ഒരു വാർത്ത വന്ന് നമ്മൾ പിന്നെ അതിൻ്റെ വിശ്വസ്തത ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ചേട്ടാ അത് വാർത്ത കണ്ടില്ല, നോക്കട്ടെ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ടെക്നോളജിയുമായിട്ട് സിങ്ക് ചെയ്യാത്തവരൊക്കെ എന്ത് ചെയ്യും? ഞാൻ ഈ വാർത്ത ഗൂഗിളിൽ നോക്കുന്നു, ഇതൊന്നും കിട്ടുന്നില്ല, എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് സംഭവം. കുറച്ച് കഴിഞ്ഞാണ് ഇതിൻ്റെ പിക്ചർ മനസ്സിലായി. ഇതൊരു ഗംഭീര വെടിക്കെട്ട സാധനമായിരുന്നു കേട്ടോ. അതായത് ജെയിൻ എന്ന് പറഞ്ഞൊരു ടോപ്പ് സർവകലാശാലയുടെ ബുദ്ധി രാക്ഷസന്മാരും അതിൻ്റെ പിന്നെ നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങളുടെ അതിബുദ്ധി രാക്ഷസന്മാരും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് നമ്മുടെ മലയാള ജനതയ്ക്ക് ആശ്ചര്യത്തിൻ്റെ ആനന്ദത്തിൻ്റെ ഒരു ദിവ്യാനുഭൂതി നൽകുന്നതിനെ നമ്മുടെ ഒരു അനുഭൂതിയുടെ കൊടുമുടിയിൽ എത്തിക്കുന്നതിലേക്കായിട്ട് ചെയ്ത ഒരു ചെറിയ ഒരു ക്രിയേറ്റിവിറ്റി. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, മലയാളത്തിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തല്ലുകൊള്ളിത്തരം, പോക്കിരിത്തരം എന്നൊക്കെ പറയാം. ഇതൊന്നും എഡിറ്റോറിയലല്ല, അഡിറ്റോറിയലാണ്. അപ്പോൾ ഇത് ക്രിയേറ്റിവിറ്റി എന്നൊക്കെ പറഞ്ഞാണ് ന്യായീകരിക്കാൻ പോകുന്നുവെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങൾ നിങ്ങളോട് ഒരു ചോദ്യം, നിങ്ങൾ ചോദിക്കാൻ മാത്രം ബാധ്യസ്ഥരാണ്, അതെനിക്കറിയാം, നിങ്ങൾ ഉത്തരം പറഞ്ഞ് ശീലമില്ല. എന്നിരുന്നാലും ഇഫ് യു എവർ കം അക്രോസ് ദിസ് ക്വസ്റ്റ്യൻ, ജനങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു ആത്മപരിശോധന നടത്തും. ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ എൻ്റെ ഒരു ഇമാജിനറി ക്വസ്റ്റ്യൻ, നിങ്ങൾ എന്ത് വാർത്തയും കൊടുക്കും? അതാണ് ചോദ്യം. എന്ത് വാർത്തയും അത് എത്ര എക്സ്പ്ലിസിറ്റായി, ഇപ്പോൾ ഇതിന് ക്രിയേറ്റിവിറ്റി എന്നൊക്കെ നമ്മൾ സമ്മതിക്കുക, പക്ഷേ നിങ്ങൾ ഇതിന് ഉത്തരം പറയണം. എക്സ്പ്ലിസിറ്റീവായ അല്ലെങ്കിൽ വളരെ ഡേഞ്ചറസായ, എക്സ്ട്രീമായ, വളരെ പ്രത്യാഘാതം ഉണ്ടാക്കാവുന്ന എന്ത് വാർത്തയും കൊടുക്കണം. എക്സാമ്പിൾ ഇപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, അമേരിക്കൻ പ്രസിഡന്റ് വെടിയേറ്റ് മരിച്ചു, അല്ലെങ്കിൽ ഏതൊരു പ്രധാനമന്ത്രി, പ്രസിഡന്റ്, അങ്ങനെ എന്ത് വാർത്തയും നിങ്ങൾ കൊടുക്കുമോ? അതാണ് ചോദ്യം, സിമ്പിൾ ചോദ്യം. അങ്ങനെ കൊടുക്കും എന്നാണ് നിങ്ങൾ പറയുന്നുവെങ്കിൽ ഞാൻ സമ്മതിച്ചു, ഇതൊരു ക്രിയേറ്റീവ് സാധനമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ബിസിനസ് സ്ഥാപനമാണ്, അത്ര എത്തിക്സേ ഉള്ളൂ, നിങ്ങളത് ചെയ്തു. അല്ല, അത് കൊടുക്കത്തില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ പറയുക നമ്മൾ അത്രയും വലിയ സംഭവം കൊടുക്കത്തില്ല, നമ്മളൊരു മീഡിയം ലൈറ്റ് മീഡിയം സ്ട്രോങ് ഷോക്കൊക്കെ കൊടുക്കുള്ളൂ, അത് ചെയ്യും, അത്രയും കൊടുക്കത്തില്ല എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ തന്നെ സമ്മതിക്കുകയാണ്, നിങ്ങൾക്ക് എന്തും ചെയ്തുകൂടാ, അതിനുള്ള അവകാശം ഇല്ല. ഇപ്പോൾ തന്നെ ഈ ഒരു നോട്ട് നിരോധനത്തിൻ്റെ വാർത്ത അതിനകത്ത് ഇല്ലായിരുന്നുവെങ്കിൽ പ്രോബ്ലം ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഇങ്ങനെ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ അത് ജനങ്ങളിൽ ഒരു പാനിക്നെസ് ഉളവാക്കുമെന്ന് മനസ്സിലാക്കത്തക്ക, അതൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയ ആര് നിങ്ങളുടെ എഡിറ്റോറിയൽ ടീമിലോ ചീഫ് എഡിറ്ററോ ഒന്നുമില്ലേ? നിങ്ങൾ എന്ത് മാധ്യമ പത്രധർമ്മമാണ് നിങ്ങളിവിടെ കാണിച്ചത്? ഞാൻ ചോദിക്കും, നിങ്ങൾ ആരെയാണ് പ്രാങ്കാക്കിയത്? നിങ്ങൾ പ്രാങ്കാക്കിയത് ജനങ്ങളെയാണ്, നിങ്ങളുടെ കസ്റ്റമേഴ്സിനെയാണ്. പതിറ്റാണ്ടുകൾ താണ്ടിയ, നൂറ്റാണ്ട് താണ്ടിയ വിശ്വസ്തതയാണ് നിങ്ങൾ തകർത്തത്. പണം കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത ഒരു സംഭവത്തിനെയാണ് കേവലം ചില്ലിക്കാശിനായി നിങ്ങൾ വിറ്റ് തുലച്ചത്. എൻ്റെ അച്ഛനൊക്കെ കുട്ടിക്കാലത്ത് എന്നോട് പറഞ്ഞിരുന്നത് പത്രം വായിടാ എന്നാണ്. ഞാൻ എൻ്റെ മക്കളെ ഇതൊന്നും ഇനി അങ്ങനെ പറയത്തില്ല. വളരെ വിഷമത്തോടുകൂടി പറയുന്നത്, പത്രങ്ങളെ നിങ്ങളെല്ലാം നമ്മൾ വളരെ പവിത്രമായാണ് കണ്ടിരുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത് ആസൂത്രിതം അല്ലയോ എന്ന് ചോദിക്കാൻ കാരണം ഇത് എല്ലാ പത്രങ്ങളും ഒരുമിച്ച് ഇത് കൊടുത്തു. അതിനർത്ഥം ഇതിൻ്റെ കോൺസിക്വൻസസിനെ കുറിച്ച് പത്രങ്ങൾ പൂർണ്ണമായും അറിവില്ലാത്തവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു പത്രം കൊടുത്തില്ലായിരുന്നു എങ്കിൽ മറ്റു പത്രം കൊടുക്കത്തില്ലായിരുന്നു. കാരണം എങ്കിലറിയാം ആ ഒരു പത്രം ഒറ്റപ്പെടും, മറ്റു ജനങ്ങൾ അവരെ ബോയ്ക്കോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്, മറ്റു പത്രം ഈ പത്രത്തെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എല്ലാവരും കൂടെ ചെയ്യുവാണല്ലോ, അപ്പോൾ കുഴപ്പമില്ല, ജനങ്ങൾ എല്ലാവരെയും കൂടെ ബോയ്ക്കോട്ട് ചെയ്തില്ല. അങ്ങനെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇവിടെ ചെയ്തത്. പ്രിയ സുഹൃത്തുക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ, ചെയ്തതെല്ലാം ഗംഭീരമായിരുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ടു. ഞാനൊരു കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഒരിക്കൽ എന്നെ ഫൂളാക്കിയാൽ നിങ്ങളാണ് ഫൂൾ. നിങ്ങൾ വീണ്ടും എന്നെ ഫൂളാക്കിയാൽ മാത്രമേ ഞാൻ ഫൂളാകുന്നുള്ളൂ. അത് ഇനി ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകത്തില്ല. ശരിയാണ്, നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ നിയോഗിക്കപ്പെട്ടവർ തന്നെയാണ്, പക്ഷേ നിങ്ങൾ ഉത്തരം പറയേണ്ടവർ കൂടെയാണ് ചെയ്യുന്നത്. അരുതാത്തനമാണ് എങ്കിൽ, ചോദിക്കുന്നത് ജനങ്ങളാണ് എങ്കിൽ ഉത്തരം നിങ്ങളെക്കൊണ്ട് പറയിപ്പിക്കുക തന്നെ ചെയ്യും ജനങ്ങൾ, ഇന്നല്ലെങ്കിൽ നാളെ.